ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ്സിലോട്ട് സ്വാഗതം. അങ്ങനെ ആറാഴ്ചത്തെ വോട്ടിംഗ് ഇതാ ബുധനാഴ്ച രാത്രിയോട് എടുത്തിരിക്കുകയാണ്. ബുധനാഴ്ച രാത്രി വോട്ടിംഗ് അവസാനിക്കാറാകുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു മണിക്കൂർ തകർച്ചയെന്നും ആരൊക്കെ മുന്നിലുണ്ടെന്ന് പരിശോധിക്കാം. 13 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ നിന്നും ഈ ഒരാഴ്ച ഒരുപക്ഷെ ഡബിൾ എവിക്ഷനോ ട്രിപ്പിൾ എവിക്ഷനോ സാധ്യതയുള്ളപ്പോൾ ഒന്നാം സ്ഥാനത്ത് ആരും നോക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഒന്നാം സ്ഥാനത്ത് മാറ്റമില്ലാതെ അനുമോൾ തുടരുകയാണ്. 80,000 വോട്ട് കടന്ന് 81,358 വോട്ടുകളുമായിട്ട് ഈ ഒരു സീസണിലെ വിന്നറായിട്ട് മാറാൻ സാധ്യതയുള്ള കണ്ടസ്റ്റന്റായിട്ട് മാറുമ്പോൾ രണ്ടാം സ്ഥാനത്ത് അനീഷേട്ടന്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 60,000 വോട്ട് കടന്ന് 62,932 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആതിരേനെ തന്നെയാണ്. നൂറയുടെ സപ്പോർട്ട് കൂടിയോ അല്ലാണ്ടോ ആതിര നല്ല രീതിയിൽ വോട്ടുകൾ സ്വന്തമാക്കുന്നുണ്ട്. 62,311 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ നാലാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന അക്ബറാണ്. അക്ബർ കലാപങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ഗുണ്ടാ വിളയാട്ടത്തിലും ഫാൻ സപ്പോർട്ട് കൂടി ഇതാ നാലാമത് മികച്ച മുന്നേറ്റം നടത്തുകയാണ്. 55,766 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ആര്യനെയാണ്. ആര്യൻ ഇതിനോടൊപ്പം തന്നെ സേഫ് ആയിട്ട് മാറാൻ സാധിക്കുന്നുണ്ട്. 42,065 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്ത് മാറ്റമില്ലാതെ റെന ഫാത്തിമ തുടരുകയാണ്. 45,427 വോട്ടുകളുമായിട്ട് റെന നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ ഏഴാം സ്ഥാനത്ത് ബിന്നിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ഡോക്ടർ ബിന്നിയും ഈ ആഴ്ച സേഫ് സോണിലോട്ട് മാറാനുള്ള എല്ലാ ശ്രമങ്ങളും ഇതിനോടൊപ്പം തന്നെ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വോട്ടിംഗ് മികച്ചു വയ്ക്കുന്നുണ്ട്. 38,828 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് അഭിലാഷിനെയാണ് കാണാൻ സാധിക്കുന്നത്. അബിയുടെ വോട്ട് സേഫ് സോണിലോട്ട് മാറുകയാണ്. അബി സീസണിൽ ഒരു മികച്ച കണ്ടസ്റ്റന്റും അതോടൊപ്പം തന്നെ പറയേണ്ട കാര്യങ്ങൾ പറയുന്ന ഒരു കണ്ടസ്റ്റന്റും ആയതുകൊണ്ട് തന്നെ വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട്. 35,391 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് നെവിനെയാണ്. നെവിൻ ചില മണിക്കൂറുകളൊക്കെ ബിഗ് ബോസിൽ ഈ ആഴ്ച പുറത്തു പോകുന്ന രീതിയിലുള്ള ഒരു വോട്ടിങ്ങിലോട്ടൊക്കെ എത്തിയെങ്കിലും ഇപ്പോഴത്തെ സേഫിലോട്ട് മാറിയിരിക്കുകയാണ്. 34,145 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ ഇതാ ലക്ഷ്മി എത്തുകയാണ്. 10ാം സ്ഥാനത്താണ് നിലവിൽ ലക്ഷ്മിയെ കാണാൻ സാധിക്കുന്നത്. ലക്ഷ്മിയുടെ വോട്ട് 33,697 എന്ന് പറയുന്ന ഡേഞ്ചർ സോൺ വോട്ടിങ്ങിലോട്ട് നീങ്ങുമ്പോൾ 11ാം സ്ഥാനത്ത് വൈഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന പ്രവീണിനെ തന്നെ കാണാൻ സാധിക്കില്ല. വൈഡ് കാർഡ് എൻട്രികളെല്ലാം തന്നെ നനഞ്ഞ പടക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 29,804 വോട്ടുകൾ ഇതിനോടൊപ്പം തന്നെ പ്രവീണിന് സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ 12ാം സ്ഥാനത്ത് മസ്താനിനെ കാണാൻ സാധിക്കുന്നുണ്ട്. മസ്താനും ഈ ആഴ്ച ഒരു പക്ഷേ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ആഴ്ച അപ്പാനി ശരത്ത് ബിഗ് ബോസ് ഹൗസ് വിട്ട് പോയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു കണ്ടസ്റ്റന്റ് കൂടിയായിരുന്നു മസ്താനി. ഒരു പക്ഷേ അത് തിരിച്ചടിയാവുന്ന ഈ ആഴ്ചയായിരിക്കും. 28,433 വോട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചപ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണി അവസാന സ്ഥാനത്ത് സാബുമാനെയാണ് കാണാൻ സാധിക്കുന്നത്. സാബുമാൻ ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റിനെ കുറിച്ചൊക്കെ പഠിച്ചു വരുമ്പോഴത്തേനും ബിഗ് ബോസിൽ നിന്ന് പുറത്താകുന്ന ലക്ഷണം കാണുന്നുണ്ട്. 27,938 വോട്ടുകളാണ് സാബുമാന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിലത്തെ വോട്ടിംഗ് പരിശോധിക്കുമ്പോൾ ഇതാണ് പൊസിഷൻസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സാധ്യതകൾ. ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ ആയതുകൊണ്ട് തന്നെ ഇതിൽ നേരിയ മാറ്റങ്ങളൊക്കെ വരാം. എങ്കിൽ പോലും പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന വൈൽഡ് കാർഡ് എൻട്രികൾ തന്നെയായിരിക്കും ഒരുപക്ഷെ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ സീസണിലെ തന്നെ ഏറ്റവും ദുരന്തമായിട്ട് മാറുന്ന വൈൽഡ് കാർഡുകളായിട്ട് ഇവർ മാറുന്നതായിരിക്കും. എന്തൊക്കെയാലും കാത്തിരിക്കുക ഇവരുടെ വരും ദിവസങ്ങളിലെ പ്രകടനങ്ങൾക്കായിട്ടൊക്കെ. അപ്പം ഇനിയും അവസരങ്ങൾ ബാക്കിയുണ്ട്, വോട്ടിംഗ് അവസാനിക്കാൻ ദിവസങ്ങളും ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച കണ്ടന്റുകൾ പ്രേക്ഷകർക്ക് നൽകിയ ഇവർക്ക് ഇനിയും മുന്നോട്ട് വരാനുള്ള സാധ്യതകൾ ഏറെയാകുമ്പോൾ കാത്തിരിക്കാൻ ഒരു മണിക്കൂർ വോട്ടിംഗ് റിസൾട്ടുകൾക്കായിട്ടൊക്കെ. അപ്പം നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ഈ ഒരു 13 പേരിൻ്റെ ഒരാളാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും കേട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.